മുണ്ടക്കൈയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ മനോഹരമായ പള്ളിയും ചർച്ചും പാർട്ടി ഓഫീസുമൊക്കെയായി എപ്പോഴും സജീവമായ ഒരു അങ്ങാടിയായിരുന്നു. കൽപ്പറ്റയിൽ നിന്നും ഏറെ ദൂരത്തിലുള്ള മലയടിവാരമാണെങ്കിലും ആ ജനങ്ങൾക്കുള്ള എല്ലാ സൗകര്യവും ഈ ഉൾഗ്രാമത്തിലുണ്ടായിരുന്നു. മുണ്ടക്കൈയുടെ പഴയ ചിത്രവും പുതിയ അവസ്ഥയും ആരെയും സങ്കടപ്പെടുത്തും. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പാടെ തകർന്നുപോയ മണ്ണിലമർന്നുപോയ മുണ്ടക്കൈ എന്ന മനോഹരമായ ഒരു കവലയുടെ ഈ ദുരന്തത്തിന് തൊട്ടു മുൻപ് ആരോ പകർത്തിയ ഒരു ദൃശ്യമാണ് ഈ സ്ക്രീനിന്റെ ഇടത് ഭാഗത്തുള്ളത്. അപ്പോൾ ഈ ദൃശ്യത്തിൽ ഇവിടെ പള്ളിയിൽ നിന്നും റോട്ടിലേക്ക് ഇറങ്ങാൻ മനോഹരമായ ഒരു സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പൊക്കെ പൊളിഞ്ഞുപോയി. ആ സ്റ്റെപ്പിനടുത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇതേ ഒരു അല്പം കൂടിയ വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ ഈ വലതുഭാഗത്തായിട്ട് ഒരു വലിയ മാവുണ്ട്, പടർന്നു പന്തലിച്ചൊരു മാവുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആ മാവ് ഇവിടെ ആയിരുന്നിരിക്കണം ഉണ്ടായിട്ടുള്ളത്. ആ മാവ് ഇപ്പോൾ മാവിന്റെ അവശിഷ്ടം പോലും ഇല്ല. അപ്പൊ നമുക്ക് ഈ പള്ളിയിൽ നിന്നും ആ സ്റ്റെപ്പ് ഉള്ള ഭാഗം ഇപ്പുറത്തേക്കാണ്. ആ സ്റ്റെപ്പൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ മറ്റൊരു ഭാഗത്തൂടെ റോട്ടിലേക്ക് ഇറങ്ങാണ്. റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഈ നേരത്തെയുള്ള വീഡിയോയിൽ ഈ മനോഹരമായ കവലയുടെ എല്ലാ ഭാഗങ്ങളും കാണാം. അപ്പോൾ ഇതാ ഒരുപാട് ജനങ്ങളൊക്കെ നിൽക്കുന്ന ഒരു അങ്ങാടി കാണാം. അവിടെ എല്ലാ പാർട്ടികളുടെയും കൊടിതോരണങ്ങൾ കാണാം. റോഡ് സജീവമായൊരു റോഡ് അവിടെ ഉണ്ട്. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന റോഡുണ്ട്. ഈ റോഡിന്റെ സൈഡിലായിട്ട് ഒരുപാട് കടകളും വീടുകളും ഒക്കെ കാണാം. ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വീഡിയോയിൽ ഒരു ഓടിട്ട 2-3 ബിൽഡിങ്ങുകളുണ്ട്. ഞാൻ അറിഞ്ഞിടത്തോളം അത് ഈ പള്ളിയുടെ തന്നെ ബിൽഡിങ്ങുകളാണ്. തൊട്ടിപ്പുറത്ത് ഒരു ഇരുനില വീട് കാണാം. ആ വീടിന്റെ പൊടി പോലും കാണാനില്ല. ഒരു ഇരുനില ടെറസിട്ട വീട് കാണാം. ആ വീടിന്റെ ഒരു പൊടി പോലും ഇല്ല. അപ്പൊ അത്രയും ആ രീതിയിൽ മുഴുവനായും തുടച്ചു നീക്കിപ്പോയ ഒരു മഹാദുരന്തമാണ്. അപ്പോ നമ്മൾ ആ പഴയ വീഡിയോ വെച്ച് ഈ പുതിയ ഇപ്പോ മഹാദുരന്തത്തിന് ശേഷമുള്ള ഈ മുണ്ടക്കൈ കവലയെ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ നമ്മോടൊപ്പം ഇവിടെ നാട്ടുകാരും ഒപ്പം വലിയ നഷ്ടങ്ങൾ നേരിടുകയും ചെയ്ത 2 പേർ, 2 മുണ്ടക്കൈ നിവാസികൾ നമ്മോടൊപ്പം ഉണ്ട്. അപ്പൊ ഇതിൽ തഫ്സീദും ഉണ്ട്, മൻസൂർക്കയുണ്ട്. 2 പേരും കുടുംബത്തിലെ ഒരുപാട് അംഗങ്ങൾ നഷ്ടപ്പെട്ട വലിയ വേദനയിൽ കഴിയുന്ന 2 പേരാണ്. അപ്പോ നമുക്ക് ആദ്യം തഫ്സീലിനോട് ചോദിക്കാം. തഫ്സീൽ നല്ല പേര്. ഈ ഭാഗത്ത് എന്താ തഫ്സീൽ ഉണ്ടായിരുന്നു? ഈ ഭാഗത്തേക്ക് എന്താ ഉണ്ടായിരുന്നു? ഇവിടെ ഒരു വീടും അതിനോട് ചേർന്ന ഒരു കടയുണ്ടായിരുന്നു. നിൽക്കുന്ന ഈ ഭാഗത്തേക്ക് പിന്നെ അവിടെ ആയിരുന്നു ആ കട ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. ഇവിടെ ഹോട്ടൽ ഇവിടെ ഏകദേശം. പിന്നെ അതിന് തൊട്ടപ്പുറത്ത് തന്നെ ഒരു പൂട്ടിയിട്ട ഒരു കടയായിരുന്നു. അത് പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ പ്രവർത്തിക്കില്ലായിരുന്നു. പിന്നെ തൊട്ടപ്പുറത്ത് പോസ്റ്റ് ഓഫീസ് തൊട്ടടുത്ത് തന്നെ ഒരു പോസ്റ്റ് മറ്റൊരു ബിൽഡിങ്ങുകളുടെ അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ ഒരു ലൈബ്രറി ഒക്കെ ആയിട്ടുള്ള ഒരു ഷോപ്പ്. പിന്നെ അത് ലാസ്റ്റ് ഒരു ബാർബർ ഷോപ്പ് ആയിരുന്നു. അത് പിന്നെ നേരത്തെ പൂട്ടി. ഇതൊരു ടെറസിട്ട വീടാണെന്നുണ്ട്. അത് ഇതിന്റെ ബാക്കിലായിരുന്നു ഈ ടെറസിട്ട വീട്. ആ ഒരു ഇതിന് നേരപ്പുറത്ത്. അത് ആരുടെ വീടായിരുന്നു? അത് ആലക്കൽ മജീദാക്കാന്റെ. അല്ല, ഇവിടെ ഉണ്ടായിരുന്നില്ല. വീട്ടിലാരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ വീട് മാത്രം പോയി. പിന്നെ അപ്പുറത്തേക്ക് ആ സൈഡിലേക്ക് അവിടേക്ക് അങ്ങോട്ട് ഇല്ല. കുറച്ച് ഈ ഒരു ബിൽഡിങ്ങിന്റെ നേരെ താഴെയല്ലേ, ആ ബാക്കിയുള്ള ബിൽഡിങ്ങിന്റെ നേരെ താഴെ 2-3 പേരുകളുണ്ടായി. 3 വീടുണ്ടായിരുന്നു. 3 പോയി. 3 ആളുകളും പോയി. 3 പോയി അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു ഇത്രയും ഈ ഒരു അടയാളവും ശേഷിപ്പിക്കാത്ത തരത്തിലൊരു ദുരന്തം വരുന്നൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല അല്ലേ? ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഇങ്ങനെ വീഴുന്നത്. 2019 ഇവിടെ ഒരു ഉരുള് പൊട്ടിയിരുന്നു. പക്ഷേ അത് പുഴയിലൂടെ തന്നെ പോയി. പക്ഷെ ഇങ്ങനെയൊന്നും ആരും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇങ്ങനെ ഒരു കല്ലൊക്കെ ഈ പള്ളിയുടെ മുന്നിൽ വന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. നിങ്ങളൊക്കെ തമാശ പറഞ്ഞ് സൊറ പറഞ്ഞിരിക്കുന്ന എപ്പോഴും ആളുകൾ ഉണ്ടാവുന്ന ഒരു സജീവമായ അങ്ങാടി. എപ്പോഴും ആളുകളുണ്ടാവുന്ന ഒരു അങ്ങാടിയാണ്. ഞങ്ങൾ ഇവിടെ ഒരു കട ഉണ്ടായിരുന്നില്ല, അതിന്റെ മുമ്പിൽ ഞങ്ങൾ എപ്പോഴും ബെഞ്ചിട്ടിട്ട് അവിടെ ഇരിക്കല്. തഫ്സീലിന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ അപകടത്തിൽ പോയിട്ടുണ്ടോ? എന്റെ മറ്റേ ചങ്ങാതി എപ്പോഴും ഉണ്ടാവണ. ആരാ പേരെന്താ? സൽമാൻ. അവൻ എപ്പോഴും ഞങ്ങളെപ്പോഴും പഠിത്തൂടെ ഞങ്ങൾ പോയി പാസ്പോർട്ട് വരെ എടുത്തിട്ട് വന്നതാണ്. ഇപ്പൊ കഴിഞ്ഞ മാസം അവർക്ക് ഈ ആഴ്ച ലൈസൻസ് വരെ അവന്റെ കയ്യിൽ കിട്ടിയത്. ലൈസൻസും പാസ്പോർട്ടും ഒക്കെ ഈ ആഴ്ച കിട്ടിയത്. പോകാൻ വേണ്ടി ഒരുങ്ങിയിട്ട്
നല്ല നമ്മളെ ഫുട്ബോൾ ടീമിലൊക്കെ ഉള്ള നല്ല പ്ലെയർ ആയിരുന്നു. എവിടെയായിരുന്നു സൽമാന്റെ വീട്? അവന്റെ വീട് ഈ തറവാട്ടിൽ നിന്ന് താമസിച്ചിരുന്നു. അവന്റെ കുടുംബം അതിൽ 10-12 ആളുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നൗഫൽക്കയുടെ പറഞ്ഞ അതിന് തൊട്ടിപ്പുറത്തെ തറവാട്ടിപ്പുറത്തെ വീട്. അവിടെ ആരും ബാക്കിയില്ല. അവിടുത്തെ എല്ലാവരും പോയി. 10-12 ആളുണ്ടായി. ആ സമയത്ത് സൽമാൻ വിളിക്കുക എന്ത് ചെയ്തിരുന്നോ? അതിന് കുറച്ച് മുമ്പ് മെസ്സേജ് അയച്ചിരുന്നു. രാത്രിയാണ് മെസ്സേജ് അയച്ചിരുന്നത്, ഇവിടെയാണെന്ന് പറഞ്ഞിട്ട്. അല്ലാണ്ട് വേറെ മെസ്സേജ് ഒന്നും അയച്ചില്ല. എല്ലാവർക്കും വിളിക്കുന്നുണ്ട്, പക്ഷെ ബെല്ലടിയുന്നില്ല. അങ്ങനത്തെ രീതിയായിരുന്നു. നമ്മൾ ഇവിടേക്കും തറവാട്ടിക്കും മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ കോള് പോണില്ല. അപ്പൊ തഫ്സീൽ പറയാണ് തഫ്സീലിന് ഒരു സുഹൃത്തിനെ നഷ്ടമായി. സൽമാന് സുഹൃത്തിനപ്പുറത്തേക്ക് കുടുംബാംഗങ്ങൾ ഒരുപാട് നഷ്ടമായി. മുണ്ടക്കൈയിലേക്ക് വന്നാൽ ഇവിടെ അധികം ആളുകൾ പ്രദേശവാസികൾ ഇപ്പൊ ഇല്ല. ആരെങ്കിലും വന്നാൽ തന്നെ അവരുടെയൊക്കെ ബന്ധുക്കൾ നഷ്ടമായവരും വേദനയും സങ്കടവും കണ്ണീരും പങ്കുവെക്കാനുള്ളവർ മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഈ നഷ്ടം നികത്താൻ കഴിയുന്നതല്ല, ആർക്കും തിരിച്ചെടുക്കാനാവുന്നതല്ല. പക്ഷേ യാഥാർത്ഥ്യവുമായി ഉൾക്കൊള്ളുകയാണ് ഈ ജനത. അവർക്ക് ഇതെങ്ങനെ അതിജീവിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അതിനുത്തരയില്ല. അതിജീവിക്കുക തന്നെ. ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങുക എന്നുള്ള വലിയ ചോദ്യചിഹ്നങ്ങൾ ബാക്കിയാണ്. അതിനോട് പൊരുത്തപ്പെടാൻ അവർ തയ്യാറായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. സഞ്ജു പുറ്റമിലിനൊപ്പം PC സൈഫുദ്ദീൻ, മീഡിയ.